ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളി 20 എല്ലാവർക്കും സ്വാഗതം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. ഇന്നു നമുക്ക് 5ഉം 6ഉം ശ്ലോകങ്ങൾ നോക്കാം. ശ്രീമന്നാരായണീയം ദശകം 64 ഗോവിന്ദാഭിഷേകം. ശ്ലോകം 5. ജഗത്രയേശേ ത്വയി ഗോകുലേശേ തഥാഭിഷിക്തേ സതി ഗോപവാട നാഗേപി വൈകുണ്ഠപദേപ്യലഭ്യാം ശ്രിയം പ്രപേദേ ഭവതഃ പ്രഭാവാത്. നമുക്ക് ഈ ശ്ലോകം പിരിച്ചിട്ട് അതിലെ വാക്കുകളുടെ അർത്ഥം നോക്കാം. ജഗത് ത്രയേശേ ത്വയി ഗോകുലേശേ തഥാഭിഷിക്തേ സതി ഗോപവാട നാകേപി വൈകുണ്ഠ പദേപ്യലഭ്യാം ശ്രിയം പ്രപേദേ ഭവതഃ പ്രഭാവാത്. നമുക്കിതിലെ വാക്കുകളുടെ അർത്ഥം നോക്കാം. ജഗത്രയേശേ ത്രിലോകനാഥനായിരിക്കുന്ന, ത്വയി അങ്ങ്, ഗോകുലേശേ തഥാ ഗോകുലനാഥനായതിനാൽ പശുകുലത്തിനും അധ്യക്ഷനായി, അഭിഷിക്തേ സതി അഭിഷേകം ചെയ്യപ്പെട്ടപ്പോൾ, ഗോപവാട അമ്പാടി, നാകേ അപി സ്വർഗത്തിലും, വൈകുണ്ഠപദേ അപി വൈകുണ്ഠത്തിലും, അലഭ്യാം ലഭിക്കപ്പെടാത്ത, ശ്രിയം ഐശ്വര്യം, ഭവതഃ അങ്ങയുടെ, പ്രഭാവാത് മാഹാത്മ്യത്താൽ, പ്രപേദേ പ്രാപിച്ചു. നമുക്കിതിലെ അക്ഷരങ്ങളൊന്ന് നോക്കാം. ജഗത് ത്രയേശേ ചേർത്തിട്ട് ജഗത്രയേശേ, ത്വയി ഗോകുലേശേ, തഥാ അഭിഷിക്തേ ചേർത്തിട്ട് തഥാഭിഷിക്തേ, താന്ന് നീട്ടിയിട്ട് ഭിഷിക്തേ അങ്ങനെ പറഞ്ഞാൽ മതി. ഇവിടെ ആന്നുണ്ട്, നമ്മൾ നിറയെ പഠിച്ചതാണ്, എല്ലാവർക്കും ഓർമ്മ വന്നിട്ടുണ്ടാവും അത്. തഥാഭിഷിക്തേ, ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. അതേപോലെ ഭി എന്നുള്ളതും നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. കഥ എന്നുള്ളത് കാ ത എന്നാണ്, ഒട്ടും ഊന്നണ്ട. സതി ഗോപവാട അവിടെ വിസർഗം. നാകേപി ഇവിടെ പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. നാഗ എന്നല്ല ക എന്നാണ്. അത് കാണുമ്പോൾ നമ്മൾക്ക് മനസ്സിലാവും അക്ഷരം വേറെയാണെന്ന്. പക്ഷെ പറയുമ്പം ശരിക്ക് നാകേ എന്ന് പറയണം, നാഗ എന്ന് ചൊല്ലരുത്. നാകേപി വൈകുണ്ഠപദേ, വൈകുണ്ഠ ണ ഠ എന്നാണ്, നന്നായിട്ട് ഊന്നി പറയണം. വൈകുണ്ഠപദേപ്യലഭ്യാം അഭിലഭ്യാം, വൈകുണ്ഠപദേ അഭിലഭ്യാം എന്നാണ് ചേർത്ത് ചൊല്ലുമ്പം. വൈകുണ്ഠപദേപ്യലഭ്യാം, ഭ്യ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ശ്രിയം പ്രപേദേ, പ്രപേദേ ഭവതഃ അവിടെ വിസർഗം, ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. പ്രഭാവാത് ഇവിടെയും ഭ എന്നുള്ളത് നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. ജഗത്രയേശേ ത്വയി ഗോകുലേശേ തഥാഭിഷിക്തേ സതി ഗോപവാട നാകേപി വൈകുണ്ഠപദേപ്യലഭ്യാം ശ്രിയം പ്രപേദേ ഭവതഃ പ്രഭാവാത്. അടുത്തത് 6ാമത്തെ ശ്ലോകം. കഥാചിദന്തര്യമുനം പ്രഭാതേ സ്നായൻ പിതാവാരുണപൂരുഷേണ നീതസ്തമാനേതുമഗാഃ പുരീം ത്വാം താം വാരുണീം കാരണമർത്യരൂപ. നമുക്കിതിലെ വാക്കുകൾ പിരിച്ചിട്ട് അതിൻ്റെ അർത്ഥം നോക്കാം. കഥാചിത് അന്തർ യമുനം പ്രഭാതേ സ്നായൻ പിതാ വാരുണ പൂരുഷേണ നീത സ്തം ആനേതും അഗാഃ പുരീം ത്വം താം വാരുണീം കാരണ മർത്യരൂപ
നമുക്കിതിലെ വാക്കുകളുടെ അർത്ഥം നോക്കാം. കഥാചിത് ഒരിക്കൽ, പ്രഭാതേ പ്രഭാതത്തിൽ, അന്തർയമുനം യമുനാജലത്തിൽ, സ്നായൻ സ്നാനം ചെയ്തുകൊണ്ടിരിക്കുന്ന, പിതാ അങ്ങയുടെ അച്ഛനായ നന്ദഗോപൻ, വാരുണപൂരുഷേണ വരുണന്റെ സേവകനായ ഒരുവനാൽ, നീത വരുണലോകത്തിലേക്ക് നയിക്കപ്പെട്ടു, കാരണമർത്യരൂപ മനുഷ്യരൂപം കൈക്കൊണ്ടവതരിച്ചവനായ, ത്വം അങ്ങ്, തം ആ നന്ദഗോപനെ, ആനേതും തിരിച്ചു കൊണ്ടുവരുവാൻ, താം ആ വാരുണീം വരുണന്റെ, പുരീം നഗരം, പോയി. നമുക്കിതിലെ അക്ഷരങ്ങളൊന്ന് നോക്കാം. കഥാചിത് അന്തർ യമുനം, അത് ചേർത്തിട്ടാണ് കഥാചിതന്തര്യമുനം എന്നെഴുതിയിരിക്കുന്നത്. പ്രഭാതേ, ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. സ്നായൻ പിതാ, വാരുണപൂരുഷേണ, നീത തം ആനേതും അത് ചേർത്തിട്ടാണ് നീതസ്തമാനേതുമഗ്, അവിടെ വിസർഗം. പുരീം ത്വാം താം വാരുണീം കാരണമർത്യരൂപ, അവിടെ ലാസ്റ്റിൽ വിസർഗം, അങ്ങനെ നിർത്താം. കഥാചിദന്തർയമുനം പ്രഭാതേ സ്നായൻ പിതാ വാരുണപൂരുഷേണ, നീതസ്തമാനേതുമഗാ പുരീം ത്വാം താം വാരുണീം കാരണമർത്യരൂപ. ഹരിനാരായണ ഗോവിന്ദ, ജയനാരായണ ഗോവിന്ദ, ഹരിനാരായണ ജയനാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.